ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ രാമമന്ത്രങ്ങൾ നമുക്ക് കേട്ട് അയോധ്യാകാണ്ഡത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെയും ഭരതരാഘവ സംവാദത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഭരതരാഘവ സംവാദം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ഒരു അധികാരി സ്ഥാനത്തേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത്, അധികാരം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അധികാരം നമ്മളിലേക്ക് വന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വ്യക്തിയെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഒരു മഹാദൗത്യമാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലേ? ശ്രീരാമചന്ദ്രൻ കൃത്യമായി പറയുന്നു, അല്ലയോ ഭരത, നീ വളരെയധികം ശ്രേഷ്ഠനാണ്, അനുജ എന്നെല്ലാം വാക്ക് പറഞ്ഞുകൊണ്ട് ആ പ്രോത്സാഹനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ചിത്രകൂടത്തിൽ വിവർണവധനും കൃശനും ആയി തൻ്റെ മുന്നിലെത്തി നമസ്കരിക്കുന്ന ഭരതനെ പിടിച്ചുയർത്തിക്കൊണ്ട് രാജ്യം ഭരിക്കാനുള്ള ഭരതന് ഉപദേശം കൊടുക്കുന്ന ആ ഭരണ നിപുണനാം ഭരതനെ നമുക്ക് കാണാം. നമ്മുടെ അയോധ്യയിൽ എത്രയോ അധികം സ്ഥാനങ്ങളുണ്ട്. ഒരുപാട് യജ്ഞങ്ങൾ നടക്കുന്ന സ്ഥലമുണ്ട്. ആ യജ്ഞം നടക്കുന്ന സ്ഥലങ്ങളെല്ലാം വളരെയധികം പഠിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. ആ യജ്ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ദേവാലയങ്ങളുണ്ട്, വഴിയമ്പലങ്ങളുണ്ട്. അല്ലേ? ഇതെന്താ ദേവാലയങ്ങളും വഴിയമ്പലങ്ങളും തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നത്? അപ്പോൾ മഹാക്ഷേത്രങ്ങളുണ്ട്. വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ വഴി അമ്പലങ്ങൾ, ചെറിയ ചെറിയ അമ്പലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിലും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മഹാക്ഷേത്രങ്ങളിലേക്കാണ് എല്ലാവരും പോകുന്നത്. ചെറിയ അമ്പലങ്ങൾ അതാത് ഭാഗത്തുള്ള ആൾക്കാർ സജ്ജീകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളുള്ള സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കുക. വരരുചിയുടെ 12 കുലത്തിൽ വായില്ലാംകുന്ന അപ്പൻ എന്ന് പറയുന്ന കടമ്പുഴപ്പുറത്തുള്ള ക്ഷേത്രത്തെ നമുക്ക് ചെന്ന് കാണാൻ നമുക്ക് സാധിക്കണം. ആ വായില്ലാംകുന്ന അപ്പനെ എങ്ങനെയാണ് ആ പേര് വരാൻ കാരണമെന്നുകൂടി ചിന്തിക്കണം. കാരണം ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ അമ്മ പറയിപ്പറ്റ പന്തിരുകുലം എന്ന് നമ്മൾ പേര് കേട്ട പാലക്കാട് ജില്ല, ആ പറയി ഓരോ പ്രസവം കഴിഞ്ഞപ്പോൾ വരരുചി ചോദിക്കുമാത്രേ ആ കുഞ്ഞിന് കണ്ണുണ്ടോ, കാതുണ്ടോ, വായുണ്ടോ, മൂക്കുണ്ടോ എന്നെല്ലാം ചോദിച്ച്, ഉണ്ടെങ്കിൽ കൈകാലുകളെല്ലാം ശ്രേഷ്ഠമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ അടുത്ത നിമിഷം പറയും, എന്നാൽ അവിടെ വെച്ചോളൂ, നമുക്ക് പോകാം. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ അടുത്ത പ്രസവം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ കുഞ്ഞിനെയും കയ്യിലേന്തി ഇതേ ചോദ്യങ്ങൾ ചോദിച്ചു, അവിടെ വെച്ചോളാൻ പറഞ്ഞു. മേടത്തൂർ അഗ്നിഹോത്രി തുടങ്ങി വായില്ലാംകുന്ന അപ്പൻ വരെ നമുക്ക് ജന്മമെടുത്ത പാലക്കാട് ജില്ലയെ ഒന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ വരരുചി പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് തോന്നി, ഇതെല്ലാം ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ കൂടെ ഒരു കുഞ്ഞു പോലും കൊണ്ടുപോകാൻ സാധിക്കാത്തത്. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഈ കുട്ടി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലേ, വായ തുറക്കുന്നില്ല. കാരണം നമ്മളൊക്കെ പണ്ട് ഒരു പഴഞ്ചൊല്ല് കേൾക്കാറുണ്ട്, സംസാരിക്കാൻ കരുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായുള്ള ആൾക്ക് ഭഗവാൻ ഭക്ഷണം നൽകിക്കോളും എന്ന് നമുക്ക് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി മിണ്ടുന്നില്ല അല്ലെങ്കിൽ വായില്ല എന്ന് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൂടെ കൊണ്ടുപോകാമെന്നാണ് ആ ഭവതി വിചാരിച്ചത്, വരരുചിയുടെ പത്നി വിചാരിച്ചത്. പക്ഷേ അവിടെയും വരരുചി പറഞ്ഞു, എന്നാൽ അവിടെ തന്നെ വെച്ചോളൂ, ഇതിനെ പരിപാലിക്കാനുണ്ടാവും. ഇന്ന് വായില്ലാംകുന്ന അപ്പനെ ചരിത്രത്തെ നമുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് വരരുചിയുടെ കുലത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ള. അപ്പോൾ അങ്ങനെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ, ദേവാലയങ്ങൾ, വഴിയമ്പലങ്ങൾ, തണ്ണീർപ്പന്തലുകൾ, അതുപോലെ ആഭാലവൃദ്ധം ആനന്ദത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലങ്ങൾ, നിലം പൂട്ടാനുള്ള കന്നുകൾ, കാട്ടുമൃഗത്തിൽ നിന്നും
മുക്തരാവാൻ ആ കാട്ടുമൃഗങ്ങളെ നമ്മൾ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നവർ, അതേപോലെ തന്നെ ധാതുഗനികളുള്ള സ്ഥലങ്ങൾ, പാപികളുണ്ടെങ്കിൽ അവരെ പോലും രാജ്യത്തിൻ്റെ അകത്ത് സംരക്ഷിക്കാൻ പാടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കന്നുകൂട്ടാനുള്ള മൃഗങ്ങൾ മുതൽ പക്ഷികൾ വരെ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുകയും കാട്ടുമൃഗങ്ങൾ അവിടെ നിന്നും മുക്തമാക്കുവാൻ നീ പരിശ്രമിക്കണമെന്ന് പറയുന്നു അല്ലേ. ഇന്ന് നമുക്ക് കാട്ടുമൃഗങ്ങളെ കൊണ്ട് നാട്ടിലെത്തുന്ന സമയത്ത് അവർ ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അവർക്ക് കാട്ടിൽ താമസിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ നാടിൻ്റെ സ്വഭാവങ്ങൾ മാറിയപ്പോൾ തൻ്റെ കൈകൊണ്ടോ കാലുകൊണ്ടോ തുമ്പിക്കൈ കൊണ്ടോ കൊമ്പ് കൊണ്ടോ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് മനുഷ്യരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തും ബോംബ് വർഷിക്കുന്നതിലൂടെ ആ ബോംബ് വർഷിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പക്ഷെ നമുക്കറിയാം പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒട്ടനവധി പേരെ വധിച്ച ഭീകര ആക്രമികൾ, അവരുടെ സംഘടനകൾ ഏതെല്ലാം ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് മാത്രം ഭാരതം പറയാറില്ലേ, ഇപ്പോൾ മാരീചനെ അസ്ത്രമയച്ചതുപോലെ കൃത്യമായിട്ട് അവർക്ക് അസ്ത്രമയച്ചുകൊണ്ട് ബോംബ് വർഷിച്ചുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കി, അവരുടെ തണൽ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കി, അവരെ സംരക്ഷിക്കുന്നവരെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അതിന് നല്ലൊരു പേരും നമുക്ക് കിട്ടി, സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിലകത്തെ ഇല്ലാതാക്കുന്ന സമയത്ത് അനവധി വ്യക്തികൾ അതിനുവേണ്ടി പരിശ്രമിച്ച് അവരെ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ രാജ്യത്തുടനീളം ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ രാജ്യത്തെ ഭീകരാക്രമണങ്ങൾ കൊണ്ട് നമ്മളെ വധിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനോ വരുന്ന ആൾക്കാരെ ഇല്ലാതാക്കാനുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലേ. നമുക്ക് അയോധ്യയുടെ വർണ്ണന കേട്ടപ്പോൾ നമുക്ക് പറഞ്ഞു, ഒരു അസ്ത്രം കൊണ്ട് തന്നെ 100 പേരെ വധിക്കാൻ സാധിക്കുന്ന വലിയ വലിയ മാരകമായ ആയുധങ്ങൾ ശേഖരണങ്ങൾ അയോധ്യയിലുണ്ടായിരുന്നു. ഭരതൻ രാജ്യം ഭരിക്കുമ്പോഴും അത് അവിടെ തന്നെയുണ്ട്, അതിനെ സംരക്ഷിക്കണം. അങ്ങനെയുള്ള ആളുകൾ വരുന്ന സമയത്ത് ഇല്ലാതാക്കാൻ നമുക്ക് പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ 2 കൈകൾ കൊണ്ടും യുദ്ധം ചെയ്യാൻ സാധിക്കുന്ന സവ്യസാചികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ സംരക്ഷിക്കണം, അവരെ നിലനിർത്തണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ വാക്യങ്ങളെ നമുക്ക് കാണാം. എല്ലാ ദിവസങ്ങളിലും ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം. ഒന്ന് ആലോചിച്ച് നോക്കാം, ഏത് ജനങ്ങളുടെ മുന്നിലാണ്? മന്ത്രിമാരല്ല, ഭടന്മാരല്ല. അതിനുള്ള സംവിധാനം നമുക്ക് വേറെ കാണണം. പക്ഷേ അവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രാജഭരണത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല. സെക്യൂരിറ്റി സംവിധാനമില്ലാതെ നമുക്കിന്ന് രാജ്യത്തുടനീളം ഒരു പൗരനും സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ട്രെയിനിൻ്റെ മുന്നിൽ അപകടം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മാനസിക വികാരം കൊണ്ട് തൻ്റെ ജീവിതത്തിലെ തെറ്റ് ബാക്കിയുള്ളവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം മനസ്സിലാവണമെങ്കിൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ചെന്ന് നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന, അവർ പറയാൻ സാധിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കേൾക്കണം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമാവണം. അവരുടെ ക്ഷേമകാര്യങ്ങൾ കൂടി കേൾക്കുവാൻ നമ്മൾ തയ്യാറാവണം. ചിന്തിക്കണം അല്ലേ. നമുക്ക് അറിയാം, ഒട്ടനവധി ആൾക്കാർ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് സ്ഥലങ്ങളിലും പ്രതിഷേധാത്മകമായ കൊടി പിടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിരാഹാരങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വന്ന് അവരെ തലോടി എന്താണ് സംവിധാനം, എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം.
അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, കഴിഞ്ഞിടെ നമുക്ക് സഖാവ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ VS എന്ന് പറയുന്ന മഹാശ്രേഷ്ഠൻ ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ചെറിയ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ ചെന്നിരുന്ന് അവർക്ക്, അതായത് അവരെ അടുത്തുപോലും കാണിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അടുത്ത് ചെന്ന് പോലും അവർക്ക് വിളിച്ചു പറഞ്ഞ് അവർക്ക് തക്കതായ ജോലി കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയതായിട്ടെല്ലാം പലവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു മഹാ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഭരണ നിപുണനായി മാറാൻ സാധിക്കണം. അപ്പോൾ ജനപക്ഷങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമകാര്യത്തിൽ കേൾക്കാൻ സാധിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതേപോലെ നമുക്ക് നോക്കിയാൽ അറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാവരുടെയും ജനക്ഷേമങ്ങളെയും അവരുടെ ദുരിതങ്ങളെയെല്ലാം സ്വീകരിക്കാൻ സാധിച്ചു. എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കണം. എന്നാലും 100-ൽ 100 മാർക്ക് കിട്ടിയില്ലെങ്കിലും 60 മാർക്ക് കൊടുത്ത് നമ്മൾ വിജയിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ 40 മാർക്ക് കിട്ടി ജയിക്കുന്നത് പോലെ അവർ ചെയ്യുന്നത് ഒരു ആശ്വാസമാണ് സമൂഹത്തിന്, ജനക്ഷേമങ്ങൾക്ക് ഒരു ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രാമരാജ്യം ഭരിക്കാനാണ് ഭരതൻ തയ്യാറായത് എന്ന് നമുക്ക് നോക്കിയറിയാം. പിന്നെ നമ്മുടെ മൂല്യങ്ങളെ കളഞ്ഞു കുടിച്ചുകൊണ്ട് നാസ്തികന്മാരായിരിക്കാൻ പലരും തയ്യാറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ സംരക്ഷിക്കണം. കാരണം ഇല്ലെങ്കിൽ അത് വലിയൊരു വിപത്ത് സമൂഹത്തിനുണ്ടാക്കും. നമ്മുടെ മൂല്യങ്ങളെ ചിലപ്പോൾ മറുകണ്ഠം ചാടി അല്ലെങ്കിൽ അപ്പുറത്ത് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ നാസ്തികന്മാരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പേരിലായിരിക്കും ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അന്ന് തന്നെ നാസ്തികന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ, മന്ദര പറയുന്നത് കേട്ടിട്ടാണ് കൈകേയി ശ്രീരാമനെ വനവാസത്തിൽ പറഞ്ഞയച്ചത് എന്ന് നമുക്ക് ലൗകിക ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഭൗതിക ജീവിതത്തിൽ നമുക്കത് പറയാൻ സാധിക്കില്ല. ആധ്യാത്മിക ജീവിതത്തിൽ നമുക്കത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ആ നാസ്തികന്മാർ നമ്മുടെ മൂല്യങ്ങളെ കളഞ്ഞു കുടിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും അതിന് തക്കതായ ആൾക്കാരെ, വിദ്വാൻമാരെ നിലനിർത്തിക്കൊണ്ട് ആ രാജ്യത്ത് സൂതന്മാരെ പോലുള്ള ആൾക്കാർ, ഇപ്പം നമുക്കറിയാം നാരായണീയങ്ങൾ, ഭാഗവത സപ്തങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് യജ്ഞങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് നാസ്തികമായ ചിന്തകളിൽ നിന്നും നമുക്ക് ശാസ്ത്രീയമായ ചിന്തകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മനോഭാവമുള്ള ആൾക്കാരെ നിലനിർത്തിക്കൊണ്ടുപോകണം എന്ന് ശ്രീരാമൻ ഭരതനോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ടാൽ പൊള്ളുന്ന ശുണ്ഠിക്കാരൻ ആവരുത്. ചിന്തിക്കണേ, ഇത് എല്ലാവർക്കും വേണ്ടി പറയുന്ന വാക്കാണ്. എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെതിരെ ദേഷ്യം വന്ന് ദേഷ്യത്തോടുകൂടി നമുക്ക് അധികാര സ്ഥാനത്തുണ്ടെങ്കിൽ പോലും അതിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ കൂടി നമുക്ക് എന്ത് തയ്യാറാവണം? നമ്മുടെ ദേഷ്യത്തെ മാറ്റി അതിൻ്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കി അതിനനുസൃതമായ ഒരു പ്രവർത്തനം നമുക്ക് നയിച്ചാൽ മാത്രമേ രാജാവ് എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ, പ്രജകളുടെ മുന്നിൽ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ടാവൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ വിവരദോഷി ആവരുത്. എന്തെങ്കിലും കാര്യം പറയാൻ വന്ന ആൾ എന്താണെന്ന് പറയുന്നത് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പിണക്കി മാറ്റി നിർത്താനോ തള്ളി മാറ്റി നിർത്താനോ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അല്ലേ. ഒരുപാട് മുഖ്യ ആൾക്കാർ വരുന്ന സമയത്ത് പലരും അവരെ വന്ന് കാണാനോ തൊടാനോ അല്ലെങ്കിൽ ഒന്ന് അവരോട് സങ്കടം പറയുവാനോ വരുന്ന സമയത്ത് അവർ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവരെ തട്ടിമാറ്റിക്കൊണ്ട് മാറിപ്പോകുന്ന രീതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ മാറിപ്പോകുന്ന രീതികളിൽ നിന്നും നമുക്ക് വിവരദോഷി എന്നുള്ള പേര്, ഞാൻ പറയുന്നതിന് മുമ്പേ അദ്ദേഹം തിരിച്ച് അത് പറ്റില്ല എന്ന് പറഞ്ഞു പോയി, പൂർണ്ണമായും കേൾക്കാൻ പോലും സാധിച്ചില്ല എന്നെല്ലാം പറയുന്ന വിവരദോഷികൾ ആവാതിരിക്കാൻ
നമ്മൾ പരിശ്രമിക്കണം, ചെയ്തേ മതിയാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളെല്ലാം എഴുത്ത് സഹിതം കൊടുക്കാറുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ളതാണെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ആ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അത് ചെയ്യേണ്ടതാണെന്ന് ഉറപ്പ് വരുത്തിയാൽ അത് ഒരുപാട് ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ, ഒരുപാട് മാസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ അതിനെ ഉടനടി ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അലസനാവരുത്. അപ്പോൾ അലസനാവാതിരിക്കാൻ നമുക്ക് സാധിക്കണം. എന്താ അലസത? നമ്മളെല്ലാം കുറേ കേൾക്കും, കുറേ പറയും, കുറേ ചെയ്യും, അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിന്നും കുടിച്ചും രമിച്ചും ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ രാവിലെ എണീക്കുക, ഉറങ്ങി എണീക്കുക, കുടിക്കുക, കുളിക്കുക, കഴിക്കുക, എന്തോ ജോലിക്ക് പോവുക, തിരിച്ചു വരിക. ഒരു ആത്മാർത്ഥതയില്ലാതെ ഒരു അലസത ജീവിതത്തിൽ തന്നെ. വേണമെങ്കിൽ ചെയ്യണം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ആ അലസത മാറിക്കിട്ടുന്ന ആളായിട്ട്, അലസത ഒരു കാരണവശാലും ഒരു രാജാവിൻ്റെ മുന്നിൽ ഉണ്ടാവരുത്, അല്ലെങ്കിൽ രാജാവിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാവരുത് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ അറിവുള്ളവരെ കാണുന്ന സമയത്ത് അവർ പറയാൻ വരുന്ന കാര്യത്തെ, ഞാൻ നേരത്തെ പറഞ്ഞു, അവർ പറയാൻ വരുന്ന കാര്യത്തെ ഒരു കാരണവശാലും മുഖം തിരിഞ്ഞു പോകരുത്. അവരെന്തോ പറയാൻ വരുന്നത് എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാനത് കേൾക്കണമെന്നില്ല, അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കാനിരിക്കണമെന്നില്ലാതെ വേറെ വഴിക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതില്ലാതിരിക്കാൻ നമുക്ക് തയ്യാറാവണം. അപ്പോൾ അറിവുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ ആ അറിവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 10 ദോഷങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. 14 കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കണം. 10 ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ചിന്തിക്കുക. ഭാഗവതം നമ്മളോട് പറയുന്നു, ശ്രീകൃഷ്ണൻ്റെ അവതാരം പൂർത്തീകരിച്ച് ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, കലി വന്ന് പറയുന്നുണ്ട്, ഞാൻ ഇനിയെങ്കിലും ഭൂമിയിലേക്ക് വന്നുകൊള്ളട്ടെ. ആ വന്നുകൊള്ളുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, എൻ്റെ ഭക്തന്മാരെ നീ ഒരിക്കലും തീണ്ടരുത്, തൊടരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, കലി പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കണം. മദ്യപാനം ചെയ്യുന്ന ആൾക്കാർ, വ്യഭിചാരം ചെയ്യുന്ന ആൾക്കാർ, നായാട്ട് ചെയ്യുന്ന ആൾക്കാർ, ചൂത് കളിക്കുന്ന ആൾക്കാർ, ആട്ടം പാട്ടം കൊട്ട് തുടങ്ങിയ ആൾക്കാർ, പരദൂഷണം പറയുന്ന ആൾക്കാർ, പകൽ ഉറങ്ങുന്ന ആൾക്കാർ, ചുറ്റിക്കറങ്ങുന്ന ആൾക്കാർ, അല്ലേ? ഇത് രാമായണത്തിൽ കൃത്യമായിട്ട് ഈ 10 ദോഷങ്ങൾ നിന്നെ ബാധിക്കാതിരിക്കണം ഭരത എന്ന് പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ. ഒന്നുകൂടി ഞാൻ പറയാണ്, മദ്യപാനം ചെയ്യുന്ന ആൾക്കാർ, വ്യഭിചാരം ചെയ്യുന്ന ആൾക്കാർ, നായാട്ട്, ചൂത്, ആട്ടം കൊട്ട് പാട്ട്, പരദൂഷണം, പകലുറക്കം, ഉച്ചയ്ക്ക് ഉറങ്ങിയാലേ മതിയാവൂ എന്ന് പറയുന്ന ചിന്തിക്കുന്ന ആൾക്കാർ, ചുറ്റിക്കറങ്ങുന്ന ആൾക്കാർ, ഇവരെല്ലാം 10 ദോഷങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ഈ 10 ദോഷങ്ങളിൽ നമുക്ക് ഒരു കാരണവശാലും ഈ രാജാവിന് അതുണ്ടാവരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ രാമരാജ്യത്തെ നമുക്കൊന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാണ്ഡത്തിൽ നമുക്ക് ഭരതരാഘവ സംവാദത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവിടെയുള്ള എല്ലാ സന്യാസിമാരെയും അതുപോലെ അമ്മമാരെയും എല്ലാവരെയും, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ, സുമന്തർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും തിരിച്ച് രാമൻ പറഞ്ഞയക്കുന്നു. അങ്ങനെ രാമൻ വനവാസത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നു. തൻ്റെ ശിരസിൽ പാദം വെച്ചുകൊണ്ട് ഭരതൻ തിരിച്ച് രാജധാനിയിലേക്ക് തിരിച്ചു പോകുന്നു. കാരണം ജ്യേഷ്ഠൻ്റെ വാക്കുകൾ ഉചിതമാണ്, സ്പഷ്ടമാണ്. താൻ എന്തു തന്നെ ഇനി ചെയ്താലും ജ്യേഷ്ഠൻ തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കി, നിന്റെ കൂടെ ശത്രുഘ്നനുണ്ട്, അതുകൊണ്ട് നീ അവനെയും പരിപാലിച്ച് അവൻ നിന്നെയും പരിപാലിച്ച് രാജ്യഭരണം നടത്തുക എന്ന് പറഞ്ഞു കൊടുത്ത് ആ ശ്രീരാമചന്ദ്രൻ
പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തിരിച്ചു വരുന്ന ഭരതൻ അവിടെ രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ പാതുകം വെച്ചുകൊണ്ട് ശ്രീരാമനാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു നിമിത്തം മാത്രം ഭവസവ്യസാധ്യം എന്ന് നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്ന പോലെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭരതൻ നന്ദിഗ്രാമത്തിൽ ചെന്ന് അവിടെ വലിയൊരു കുഴിയെടുത്ത് അതിനകത്താണ് ഇരുന്ന് തൻ്റെ പൂജാതി കാര്യങ്ങൾ തപസ്സുകൾ എല്ലാം ചെയ്യുന്നു. അവിടെ താൻ തന്നെ ഗോമൂത്രത്തിൽ ഗോതമ്പ് തവിട് വേവിച്ച് അദ്ദേഹം കഴിക്കുന്നതായിട്ട് കാണാം. എങ്ങനെയാണോ ശ്രീരാമചന്ദ്രൻ വനവാസത്തിൽ പോയപ്പോൾ അവിടെയുള്ള ഫലമൂലാദികളെല്ലാം കഴിച്ച് അതിനനുസരിച്ച് അവർ തപസ് ചെയ്ത് മുന്നോട്ട് പോയത്, അതേപോലെ ഇവിടെ ഭരതനും ശത്രുഘ്നനും നന്ദിഗ്രാമത്തിൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു രാജാവ് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഭരതരാഘവ സംവാദം നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ നിന്നും ഒരുപാട് ആൾക്കാർ, തപസ്യായ ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കുന്നു ചിത്രകൂടത്തിൽ. അവരോട് ഞാൻ ചോദിക്കുകയാണ്, ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, ഞാൻ കാരണം അങ്ങക്ക് എന്തെങ്കിലും തപസ്സിന് ഭംഗം വന്നുവോ, ബുദ്ധിമുട്ട് വന്നുവോ, ലക്ഷ്മണൻ കാരണം ബുദ്ധിമുട്ട് വന്നുവോ, സീത കാരണം ബുദ്ധിമുട്ട് വന്നുവോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും അസ്വസ്ഥരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് അവർ പറയുന്നത്, ഇവിടെ ഈ ഘോരവനത്തിൽ ഒട്ടനവധി രാക്ഷസന്മാരുണ്ട്, ഞങ്ങളെ അല്ലാതെ തന്നെ അവർ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങുകൂടി ഇവിടെ വന്നപ്പോൾ അവർ വീണ്ടും നമ്മളെ ഉപദ്രവിക്കുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നും സ്ഥലം മാറാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ചിത്രകൂടത്തിൽ നിന്നും പഞ്ചവടിയിലേക്ക് പോകാൻ തയ്യാറാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയാണ്, ഒട്ടനവധി കുതിരകളും എല്ലാം വന്നതുകൊണ്ട് ഈ സ്ഥലം, ഈ ഭൂമി അല്ലേ, ഈ ഭൂമി ചിലപ്പോൾ ഇതിൻ്റെ പ്രകൃതി ഭംഗി സുരക്ഷിതമാക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഇനിയും ചിലപ്പോൾ ആളുകൾ എന്നെ കാണാൻ വരും. ഇവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി കാണും അല്ലേ. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. എല്ലാവരും ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് തപസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആ തപസ്യയെ നമുക്ക് കാണാൻ പോകണം. അവിടെ ചെന്ന് കുറച്ചു നേരം ഇരിക്കണം, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം. അവരുടെ വായിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണമെന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിലും അത് ചിലപ്പോൾ ആ പ്രകൃതിയെയും ആ സ്ഥലത്തിൻ്റെയും സൗന്ദര്യത്തെയും സംരക്ഷണത്തെയും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അല്ലയോ ലക്ഷ്മണ, നമുക്ക് ഇവിടെ നിന്നും മാറി താമസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീരാമൻ സ്ഥലം മാറാൻ തയ്യാറാവുന്നു. അങ്ങനെ ചിത്രകൂടത്തിൽ നിന്നും യാത്ര തിരിക്കുന്ന ശ്രീരാമനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ചിന്തിക്കുക, ഒരു രാജാവ് എങ്ങനെ വേണമെന്നുള്ളത് കൃത്യമായി തൻ്റെ ഭാഷയിലൂടെ അല്ലെങ്കിൽ തൻ്റെ വാക്കിലൂടെ ഭരതന് പറഞ്ഞു കൊടുക്കുന്ന ശ്രീരാമൻ. അപ്പം ദുഃഖിതനായിരിക്കുന്ന രാജ്യത്തെ ആൾക്കാരെ കണ്ടുകൊണ്ടുവരുന്ന ഭരതന് പോലും വിഷമം തോന്നി. തൻ്റെ ജ്യേഷ്ഠനില്ലാത്തതുകൊണ്ടാണ് ആ രാജ്യം ദുഃഖിതപ്പെട്ടിരിക്കുന്നത്. അതിനെ തിരിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നന്ദിഗ്രാമത്തിൽ അവരുടെ കൂടെ താമസിച്ചുകൊണ്ട് അവിടെ രാജഭരണം നടത്താൻ ശ്രീരാമൻ്റെ പാതുകം കൊണ്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഭരതരാഘവ സംവാദം നമ്മുടെ ജീവിതമാകണം. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ഈ രാഷ്ട്രബോധത്തെ നിലനിർത്തുന്ന ഒരു ഉദ്യമമാണ് അയോധ്യാകാന്ഡത്തിലെ നമുക്ക് ഭരതരാഘവ സംവാദം. അപ്പം അങ്ങനെ രാജ്യം ഭരിക്കുന്നു. 14 വർഷത്തിന് ശേഷം ശ്രീരാമൻ വരുമ്പോൾ ആ പാതുകം ശ്രീരാമൻ്റെ പാദങ്ങളിൽ വെച്ചുകൊണ്ട് ഞാൻ അവിടെ രാജ്യത്തെ ശ്രീരാമന പാദത്തിൽ സമർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്ന ഭരതനെയും, അതാണ് ഞാൻ പറഞ്ഞ സാഹോദര്യ ബന്ധത്തെ നമുക്ക് കാഴ്ചവെക്കുന്ന ജ്യേഷ്ഠ അനുജന്മാരെ പോലെ നമുക്ക് കാണാം എന്ന് മാത്രം ഈ നിമിഷം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.